ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ചായിട്ടോ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ രാവിലത്തെ കുറച്ച് കാഴ്ചകളാട്ടോ. ഇവിടെ 4 പുറം പാടാണ്. അപ്പോൾ ഞാൻ ഈ പുളിമ നല്ല മഴ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുലിക്കുമ്പോൾ ഇങ്ങനെ വിൽക്കുന്നത് കാണാൻ രസമാണല്ലോ. അപ്പോൾ അതൊക്കെ ഗൈസ് ഞാൻ ഇന്ന് കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മുറ്റത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ അകത്തോട്ട് പോയിട്ട് കുറച്ചധികം അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ്. പിന്നെ ഉമ്മ ഇവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഉമ്മയൊപ്പം പറഞ്ഞൊരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ കോഴിക്കോട് പോയതായിരുന്നു കേട്ടോ. രാവിലെ തന്നെ അവർ പോയിട്ടുണ്ട്. പോകുമ്പോൾ തന്നെ ഉമ്മ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് പണിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനും അനിയത്തിമാരൊക്കെ കൂടെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പത്തിരിയും അതുപോലെ തന്നെ ചിക്കൻ വറുത്തരച്ച കറിയാട്ടോ. ഞാനത് തന്നെ കേട്ടോ ഓഫീസിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഓഫീസ് കൊണ്ടുപോകണമെന്ന് ഞാൻ എടുത്തിട്ടില്ല ഗൈസ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഓഫീസ് കൊണ്ടുപോകുന്നത്. അപ്പോൾ കറിയൊക്കെ നോക്കട്ടോ ഞാൻ. അപ്പോൾ തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ കുടിക്കാനുള്ള ചൂടുവെള്ളം ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല കട്ടൻ ചായയും ഗൈസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടോ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. ഞാൻ ലഞ്ചിനും തന്നെ കേട്ടോ കൊണ്ടുപോകുന്നത്. അങ്ങനെയൊക്കെയായിട്ട് ഗൈസ് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ആഗസ്റ്റ് 15 ആയതുകൊണ്ട് മക്കൾക്കൊന്നും ഇവിടെ ജസ്റ്റ് ഒരു പ്രോഗ്രാം മാത്രമേ ഉള്ളൂ. അപ്പോൾ 10 മണിയാകുമ്പോഴത്തേന് സ്കൂള് വിടും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഉച്ചക്കുള്ള കുറച്ച് വെജിറ്റബിളൊക്കെ ഇറക്കി വെക്കാനുണ്ട്. ഞാനിപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ എത്തിമാരാട്ടോ വീട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യമുള്ളതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ എൻ്റെ കെൻസനെയും പൈസനൊക്കെ എണീപ്പിച്ചിട്ട് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഒരു പിന്നെ ഞാൻ അലമ്പ് കെട്ടി നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ രണ്ടാളും ഇരുന്ന് പഠിക്കുകയാണ്. അങ്ങനത്തെ ഓഫീസ് കൊണ്ടുള്ള ബാഗ് കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഗൈസ്. എനിക്കൊന്നും ഒരുങ്ങാനും കൂടെ ഉള്ളൂ. അപ്പോൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് കണ്ണാടിൻ്റെ മുന്നിലൊന്ന് പട്ടി ഷോ കാണിക്കേണ്ട ഗൈസ്. അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇറങ്ങാട്ടോ. അപ്പം ഇവർക്ക് രണ്ടാക്കും തറവാട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ പൈസനെയും കെൻസനെയും അങ്ങോട്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഓഫീസിലെത്തിയതിന് ശേഷം ഒന്ന് കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. അപ്പോൾ പുറത്തൊക്കെ നോക്കിയപ്പോൾ ഇവരിങ്ങനെ റാലിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്താട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇങ്ങനെ സൈക്കിൾ മേലും പിന്നെ ഒരുപാട് പേര് അങ്ങനെ നടന്നിട്ടു കേട്ടോ. അത് നമ്മൾ ഓഫീസിൻ്റെ അടുത്തുള്ള ഒരു കോളേജിലത്തെയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല രസമായി തോന്നി. അപ്പോൾ അങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലായിടത്തും അധികം ഒന്നും പരിപാടി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്രാവശ്യം. അപ്പോൾ ഇവരിങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് ഇവരെ കോളേജിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു റോട്ടിലൂടെ. അപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ ഇന്ന് ഷൂട്ട് ചെയ്തതാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനും. കുറച്ച് ആൾക്കാർ സൈക്കിൾ മേലും പിന്നെ കുറച്ച് ആൾക്കാർ നടന്നിട്ടൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഓഫീസിലെത്തി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ ഈ സംഭവം കണ്ടത്. ഞങ്ങൾക്ക് 9:30 to 4 ഓഫീസ് ടൈം വരുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ അവർ പോയതിനു ശേഷം ഞാനും ഷാമിലിയും അങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീട്ടിലെത്തിയതിനു ശേഷം വർക്കൗട്ടിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.